കണ്ണു തുറന്ന് കാണു സാറേ. സാവിത്രിയെ വെല്ലുവിളിച്ച് നെല്ലൂർ മനയിലേക്ക് കാലെടുത്തു വെച്ച പട്ടാഴിയിലെ താന്തോന്നിക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ? ദേവി സാവിത്രി, ചെമ്പ്രയിലെ മക്കളെ കാത്തു രക്ഷിക്കണേ. നാൾക്ക് നാൾ ശക്തിപ്പെട്ടു വരികയാണോ മണിയങ്കോട്ടെ സാവിത്രി? മണിയങ്കോട്ട ഉണ്ണികളോട് കളിച്ചാ കളിക്കുന്നവന്റെ ഗതി ഇതാ. ഒരെണ്ണപ്പാത്തിക്ക് പകരം ഒരു പട്ടട. ഇതോടെ പട്ടാഴിയുടെ നടക്കല്ല് പറയണം. എന്നാ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കട്ടെ? അല്ലെങ്കിലും ശവത്തെ എടുത്തോണ്ട് പോകാനേ പറ്റുള്ളൂ. സാറേ, ഞങ്ങൾ ഇത് ചുമന്ന് വണ്ടിയിലാക്കി തരാം. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ മാധവൻ, പട്ടാഴി മാധവൻ. മാധവേട്ട, നമ്മുടെ കുഞ്ഞുണ്ണി പുഴയിൽ വീണ്ടും മിണ്ടരുത്. അതവിടെ ഇറക്കി വെക്കുക. മൃതശരീരമാണെങ്കിലും അതിനുണ്ടൊരു മാന്യത. നിന്റെയൊക്കെ കൈ തൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല, പൊറുക്കില്ല. അവനോട് വെക്കുതാഴെ. അനന്ത, ഏയ് നിക്ക, ഇത് എന്റെ ഡ്യൂട്ടിയാ. നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കുകയാണ്. അതെന്റെ ശിഷ്യന്മാരാണ്. ഈ ഡ്യൂട്ടി അവര് ചെയ്തോളൂ. മാറ. അല്ല, മാധവേട്ട, സത്യമായിട്ടും കുഞ്ഞുണ്ണിയെ കൊന്നത് സാവിത്രിയ. വിശ്വസിക്കുക, മറിച്ചൊന്നും ഞങ്ങളോട് തോന്നരുത്. നിർത്തണം. മാധവേട്ട, അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ വിട്ടിയാക്കുന്ന നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് മാധവന്റെ അടുത്ത് ആടണ്ട. എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽ പാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക്. അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല, കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും. അന്ന് നീയൊക്കെ പശ്ചാത്തപിക്കും, ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേരിൽ. കാത്തിരുന്നോ എന്റെ വരവ്. വിടില്ല ഒന്നിനെയും ഞാൻ. നിനക്കെന്ത് പറ്റി? എവിടെ പോയടാ നിന്റെ ചങ്കൂറ്റം? ഇനി മണിയങ്കോട്ട് വീരൻ ആരാണെന്ന് ചോദിച്ചാല് അച്ഛൻ മാത്രമല്ല, ചെമ്പ്ര മുഴുവൻ പറയും എന്റെ ഗിരീശനാണെന്ന്. ആ നിനക്ക് രക്തം കണ്ട പനിക്ക്. ഓ അച്ഛാ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. ഞാനല്ല കുഞ്ഞുണ്ണിയെ കുളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തിയത്. പിന്നെ എനിക്ക് സാധിച്ചില്ല. മണിയങ്കോട്ട് സാവിത്രിക്ക് ഇരയാകാനായിരുന്നു അവന്റെ വിധി. സാവിത്രി? അതെ, കുഞ്ഞുണ്ണി കുളം കാണാൻ പോയപ്പോ ഞാൻ അവിടെ ഒറ്റയ്ക്കായി. അപ്പോ ഞാൻ കേട്ടു മുത്തുപൊഴിയുന്ന പൊട്ടിച്ചിരി, താനേയാടുന്ന ആട്ടുകട്ടിൽ പാലപ്പൂവിന്റെ മണം, ഇടനാഴിയിൽ എവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം.
കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ? മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ്. ചതിച്ചോ എന്റെ ദേവി? കുഞ്ഞുണ്ണി നെല്ലൂർ മനയിലും. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നെല്ലൂർ മന പൊളിച്ചു കളയുക. ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ. ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി? ആ അതെ അച്ഛാ, ഇതാ രാജീവൻ. പാതയിക്കരയില്ലത്തെയാ. ഇപ്പൊ ഇതാ ബിസിനസ്. നമ്മുടെ ഗൗരിക്ക് കൊള്ളാം. ഗജകേസരി യോഗമുണ്ട്. നമ്മുടെ ഗൗരിക്ക് ചേരും. അച്ഛാ, ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന്. മന വേണ്ട. കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പാറയില്. വിളിക്കണോ? സാവിത്രി വെള്ളിവാളിൽ ആവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം. എന്നിട്ട് മതി കമ്പക്കെട്ട്. മനസ്സിലായോ? ശരി അച്ഛാ. അയമോദന കാമധുഹോസ്തു അനന്ത അക്ഷീയമാണ സുരഭി സർവകാമീ സത്വോപതിഷ്ഠതു അജര നിത്യഭൂത സുധാം തുഹാന അമൃതാഗ്നസ്തർപ്പയന്തു കുഞ്ഞുണ്ണി ശർമ്മണ ഉപതിഷ്ഠതു. ഇല്ല, കർമ്മ നോക്കണില്ല. കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. കണ്ടില്ലേ പവിത്രം അഴിഞ്ഞു വീണത്? പൂണുല് വലത്തോട്ടിടാനും മറന്നിരിക്കണോ? ഒക്കെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ്. ഈശ്വര കാത്തോണേ. കണ്ടു നിൽക്കാൻ പറ്റണില്ല. ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പിഴയ്ക്കണു. ചോറൂട്ടിയ കൈകൊണ്ട് തന്നെ ഇപ്പോ ഇതൊക്കെ കാണാൻ എന്ത് പാപമാണ് ചെയ്തത്? പ്രതികാരം ചെയ്യിച്ചിട്ടേ കുഞ്ഞുണ്ണി ഈ ഭൂമുഖത്തുനിന്ന് പോവും. മണിയങ്കോട്ട് സാവിത്രി ഇനി അനുഭവിക്കാൻ പോണേ. നോക്കിക്കോ. ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചോ? ഈ യാത്ര ഞാനായിട്ടല്ല, ഈശ്വരൻ നിശ്ചയിച്ചതാണ്. മാധവൻ പോയിരിക്കും. പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. നിനക്ക് കരയാം. ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല. ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട്. നെല്ലൂർ മന വിൽക്കാനൊരു നീക്കമുണ്ടെന്നറിഞ്ഞു. മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ. ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല. അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ്. ഒന്ന് പെട്ടെന്നാവട്ടെ. നേരെ അങ്ങോട്ടിട്. ആ പടവ് വരെ അങ്ങോട്ടിട്ട്. ആ ഇതോടെ നശിക്കട്ടെ ചെമ്പ്രയുടെ ദുഷ്കീർത്തി, ശകുനം. നിന്ന് കത്തട്ടെ. ദാ അസ്ഥിവാരം വരെ ചാമ്പലാവണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ്. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. ഇനി ഒട്ടും അമാന്തം വേണ്ട. അതിനങ്ങിട്ട് അമർത്തുക.
പൊട്ടാത്തെ. എന്താ എന്ത് പറ്റി നോക്കട്ടെ. പൊറുക്കണം, മക്കളുടെ മൂഢത മാർപ്പാക്കണം. അത് ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഒന്നും ഞെക്കി നോക്ക്. ഒരക്ഷരം വേണ്ടി പോരുത്. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശപസൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കതിവനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയ ശിവനെ അർച്ചിച്ച ദ്രോണ. ഏതായി അവതാരം? 10 അവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷ പ്രജകളെ കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയർ പിച്ചും പേയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്ന? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തേ പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത്? മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? 5 പ്രാണനും അലറിക്കറിഞ്ഞപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോവാ മുറ്റത്തുനിന്ന്. നീ ആരാടാ അത് പറയാൻ? നെല്ലൂർമനയുടെ ആധാരം തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയാ കിട്ടിയതുപോലെ ഇരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയങ്കോട്ടുകാരനവര്. ഷാരണി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്. നെല്ലൂർ മനയുടെ അവകാശി തുളസിമണി. മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം? അന്ന് ഹരിയുടെ തോളിലിരുന്ന 5 വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാലത്തെ അടുക്കളയിലിട്ട് വളർത്തി. ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ ക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ. 7 സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക അവള്. ചെല്ല്, വലതുകാല് വെച്ചങ്ങടെ കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ.
പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോകാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്ക. ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചു ഈ അച്ഛനും മകനും. ഇപ്പോ കുട്ടനും ഷാരടി മാമ മടങ്ങിക്കോളൂ. കുട്ടേട്ടൻ 4 ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കും. അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേത്തൊടിയിലെ മാവ് പോലും വെട്ടരുതെന്ന് അമ്മയോട് പറയണം. ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം.